ജിയാദ്, ഈ ഖാൻ അക്കാഡമിന്റെ പുതിയ AI വീഡിയോ കണ്ടോ? ഞാൻ കണ്ടിരുന്നു. കാൻമിഗോ അല്ലേ അത്? ഖാൻ അക്കാഡമിന്റെ ലേണിംഗ് പർപ്പസിനുള്ള AI ആണ്. ഇവിടെ ആക്ച്വലി നമ്മൾ ChatGPT ഒന്നും ലേണിംഗ് പർപ്പസിന് ഉണ്ടാക്കിയതല്ലല്ലോ. ChatGPT നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഡയറക്റ്റ് സെലക്ട് ചെയ്യാം. നമ്മൾ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനോട് ചോദിക്കും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ലേണിംഗ് സ്കില്ലാണ് അവിടെ കുറയുന്നത്. ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കാൻമിഗോയിൽ എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റിന് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിന്റെ ആൻസർ തരൂല. അതിന് സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് തരിക. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ലേണിംഗ് അവിടെ നടക്കും. അതേപോലെ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെ പേഴ്സണലൈസേഷൻ കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റത്തിലാണ് എഡ്യൂക്കേഷൻ ഇപ്പോൾ പോകുന്നത്. വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരേ കാര്യം അതിന്റെ കരിക്കുലത്തിൽ സ്പീഡായിട്ട് എടുത്തു കൊടുക്കാനുള്ള ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഒരു കുട്ടിക്ക് തെറ്റിപ്പോവുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കും. അതും റിയൽ ടൈം ആണ്. അപ്പം കുട്ടിക്ക് ഓരോ സ്റ്റെപ്പിലെത്തുന്നതനുസരിച്ചിട്ട് റിയൽ ടൈം ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കും. നീ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം കുറച്ചുകൂടി ഈസിയാണ് ലേണിംഗ് പ്രോസസ്സ് വരുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടീച്ചേഴ്സിന് ആവശ്യമുണ്ടോ? ആക്ച്വലി അവിടെ ആവശ്യമുണ്ട്. ടീച്ചേഴ്സിൻ്റെ ജോലി കുറച്ചുകൂടി എളുപ്പമാണ് ആവുന്നത്. അതേപോലെ ടീച്ചേഴ്സ് ആക്ച്വലി മെയിനായിട്ട് ടീച്ചിങ് ചെയ്യാണല്ലോ നമ്മൾ ഇപ്പോഴത്തെ ട്രഡീഷണൽ സിസ്റ്റത്തിൽ. ഇവിടെ എന്തുണ്ടാവുക വെച്ചാൽ ടീച്ചർ കുറച്ചുകൂടി അസിസ്റ്റ് മോഡിലേക്ക് മാറുക ചെയ്യാം. അപ്പം ലേണിങ്ങിൽ അസിസ്റ്റ് ചെയ്യാം. മെയിൻ ലേണിങ് ആര് ചെയ്തോളും? ഈ AI ചാറ്റ്ബോട്ട് കാൻമിഗോ അല്ലെങ്കിൽ ചെയ്തോളും. അപ്പോൾ ടീച്ചർ പണി കുറച്ചുകൂടി എളുപ്പമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കാൻമിഗോ ഇംപ്ലിമെന്റ് ചെയ്തു ഇന്ത്യയിൽ ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തില്ല. ഇപ്പം കാൻമിഗോന്റെ പൈലറ്റ് പ്രൊജക്റ്റ് ആയിട്ട് അമേരിക്കയിൽ ന്യൂയോർക്കിൽ കുറച്ച് സ്കൂൾസിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. അവിടെ എങ്ങനെയാ വെച്ചാൽ എല്ലാ കുട്ടികൾക്കും സ്വന്തമായിട്ട് ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിവൈസിൽ കാൻമിഗോ വെച്ചിട്ട് ടീച്ചർ ഒരു ടോപ്പിക്ക് ഒരു ദിവസം പഠിപ്പിക്കും. അപ്പം ടീച്ചേഴ്സിന് ആ ടോപ്പിക്ക് കാൻമിഗോ പഠിപ്പിച്ചോളും. അപ്പോൾ ടീച്ചേഴ്സ് ഒരാളെന്ത് ചെയ്താൽ മതി? അസിസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ ഓരോ കുട്ടീൻ്റെ റിപ്പോർട്ട്സ് ടീച്ചറിന് കിട്ടും. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ടീച്ചറെ ഡിവൈസിൽ അലേർട്ടായിട്ട് വന്നോളും. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നമുക്ക് ChatGPT-യിലേക്ക് ഈ ഒരു ടീം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. ഈ ലേണിംഗ് ടീം നമുക്ക് ChatGPT-യിലേക്ക് കൊണ്ടുവരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നതിന് മുമ്പ് ആദ്യത്തെ പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ChatGPT-യോട് പറയണം, ഞാൻ ലേണിംഗ് പ്രോസസ്സാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് ഡയറക്റ്റ് ഉത്തരം ഞാൻ ആഗ്രഹിക്കുന്നില്ല, അപ്പോൾ അതിലേക്ക് ഇന്നൊരു ഗൈഡ് ചെയ്താൽ മതി പറഞ്ഞാൽ ആദ്യത്തെ പ്രോംപ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ പ്രോംപ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കൊടുത്താൽ എന്ത് ചെയ്തു തരും? ഏകദേശം ഇതേപോലെ ഈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഗൈഡ് ചെയ്തിട്ട് നമ്മളെ ആൻസറിലേക്ക് എത്തിച്ചോളും ChatGPT. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ AI ടൂൾസ് ChatGPT ആണ് ആദ്യം വന്നതല്ല, ChatGPT ആണ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പല AI ടൂൾസ് വന്നത്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് കോപ്പിലോട്ട് ഇറക്കി, അതുപോലെ ഗൂഗിൾ ജെമിനി ഇറക്കി, അതേപോലെ മെറ്റ AI പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇറക്കി. അതുപോലെ ഇപ്പോൾ നമ്മൾ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഫോട്ടോഷോപ്പിൽ AI ഉണ്ട്. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡ്ജേർണി, DALL-E 3. അതുപോലെ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ CapCut എല്ലാം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൊബൈലിലും ലാപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു AI. അതുപോലെ തന്നെ നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ഗ്രാമറിൽ പറഞ്ഞ AI ഉണ്ട്. പല ഭാഗത്തും അതുപോലെ ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ഫീൽഡിലേക്കാണെങ്കിൽ പലയിടത്തും AI ഉണ്ട്. നമ്മുടെ മെഡിക്കൽ ഫീൽഡിലൂടെ AI വന്നു കഴിഞ്ഞു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ AI യൂസ് ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു മെയിനായിട്ടുള്ള കാര്യമായിട്ട് വരുമല്ലേ ലൈഫിൽ? ശരിയാണ്. AI പറ്റിയിട്ടും AI എങ്ങനെ യൂസ് ചെയ്യണം പഠിക്കുന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ എല്ലാ കുട്ടികളല്ല എല്ലാ ജോബിലും എല്ലാ ഫീൽഡിലും ഇരിക്കുന്ന എല്ലാ എഴുത്തുകാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറാൻ പോവുകയാണ്. AI ആക്ച്വലി നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നമ്മുടെ നോർമൽ വർക്ക്സ് എന്താക്കും ഈസിയാക്കി മാറ്റുകയാണ് ചെയ്യുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് IIT പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രൊഫസർ റിസർച്ച് സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. അവര് ഒരു മെയിൻ റിസർച്ച് ചെയ്യുന്ന നേരത്ത് ഒരു കാര്യത്തെ റിസൾട്ട് കിട്ടേണ്ടില്ലായിരുന്നു. ആ റിസൾട്ടിന് പറ്റിയൊരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ അവരെ സോഴ്സസിൽ അവൈലബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്തു? ആ കുട്ടി എന്ത് ചെയ്തു? ChatGPT-യിൽ ചോദിച്ചു. അപ്പോൾ ഡാറ്റ ChatGPT പ്രൊവൈഡ് ചെയ്തപ്പോൾ ChatGPT അനുസരിച്ചിട്ടുള്ള ആൻസർ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ChatGPT ട്രെയിൻ ചെയ്തത് വലിയൊരു ലാർജ് നമ്പർ ഓഫ് ഡാറ്റ വെച്ചിട്ടാണ്. അതിൽ പല റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ കുറെ ടൈം അവിടെ സേവ് ആയി. അപ്പോൾ ആ കുട്ടി വേണമെങ്കിൽ കുറെ റിസർച്ച് പേപ്പർ പോയി തപ്പിട്ട് ഇക്വേഷൻ ഒക്കെ തപ്പിയെടുക്കേണ്ടി വന്നു. ആ ടൈമാണ് അവിടെ സേവ് ആയത്. നമ്മുടെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മുടെ അവിടെ വർക്ക് നടക്കുന്നത്. അതാണ് ChatGPT-ന്റെ മെയിൻ ഉപകാരം വരുന്നത്. അപ്പം ChatGPT-യിൽ അപ്ഡേറ്റ് ആവാതിരുന്നാൽ എന്തുണ്ടാവുക? ചിലപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് ChatGPT തന്നെ ഇൻ ജനറൽ AI അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ആ ടീച്ചേഴ്സ് പിന്നോട്ട് പോകും. അതേ ടൈമിൽ AI യൂസ് ചെയ്യാൻ അപ്ഡേറ്റ് ആയ ടീച്ചേഴ്സ് എന്താ മുമ്പോട്ട് വരും. അവരാണ് ഇനി സൊസൈറ്റിക്ക് ആവശ്യമുള്ളത്. ആ രീതിയിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്കൂളിലേക്കൊക്കെ AI ഇംപ്ലിമെന്റ് ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ അതൊരു
കോസ്റ്റ്ലി ഉള്ള കാര്യമല്ലേ? ശരിയാണ്, ഇനീഷ്യലി കോസ്റ്റ്ലി ആണ് എ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത്രയും പേഴ്സൺ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടിക്ക് ഓരോ ഡിഗ്രീസ് ഭയങ്കര കോസ്റ്റ് ആണ്. ഇപ്പൊ ഈവൻ എ മോഡൽ ഉണ്ടാക്കലും ഇതേപോലെ ഉണ്ടാക്കലും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. പക്ഷെ ഇത് കാരണത്താൽ കുറെ കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് മാറും. അപ്പൊ അവിടെ ആ എഫിഷ്യന്റ് ആവുന്നതിനാൽ നമുക്ക് കുറെ ലാഭം കിട്ടാണ്. അവിടുത്തെ ആ ചെലവ് അവിടെ കുറയും. ഓവറോൾ ഒരു ബിഗ് പിക്ചർ ആക്കി നോക്കുകയാണെങ്കിൽ, ലോങ് ടേം നോക്കുകയാണെങ്കിൽ എന്താണ് ആക്ച്വലി പ്രോഫിറ്റബിൾ ആണ്. വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോഫിറ്റബിൾ ആണ്. അതാണ്. അപ്പൊ ഇനീഷ്യലി ഇപ്പോഴത്തെ ഈ കാലത്ത് വേണമെങ്കിൽ ചിലപ്പോൾ എക്സ്പെൻസീവ് ആണ്. അപ്പൊ അടുത്ത കൊല്ലം ഈ സെയിം കാര്യം കുറച്ചുകൂടി ചീപ്പായിട്ട് മാറാൻ സാധ്യതയാണ്. നമ്മളിപ്പോ കണ്ടുവന്ന കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സ്കൂളിലേക്ക് AI കൊടുത്ത്, അപ്പോൾ സ്റ്റുഡൻസ് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. അവിടെ നമ്മളെ പാരൻസും ടീച്ചേഴ്സ് പറയുന്ന കാര്യമാണ് കുട്ടികളൊക്കെ ഫോണിൽ അഡിക്റ്റ് ആണ്. ഇപ്പോൾ AI കൂടി വന്നു കഴിഞ്ഞാൽ അതൊന്നും കൂടെ ചെയ്യാം. ശരിയാണ്, പോയിന്റ് ആണത്. എയിൽ കൂടുതൽ ഓവർ റിലയൻ്റ് ആവും. അപ്പൊ അവിടെ ആകെ ചെയ്യേണ്ടത് അവിടെയാണ് ടീച്ചറേയും പാരന്റിന്റെ റോള് വരുന്നത്. ടീച്ചർ എന്താക്കണേ വെച്ചാൽ കരിക്കുലം ഉണ്ടാക്കുന്നിടത്ത് ഒരു ബ്ലെൻഡ് ആയിട്ട് ഉണ്ടാക്കണം. കുറച്ച് എ വെച്ചിട്ട് പഠിപ്പിക്കണം, അതേപോലെ കുറച്ച് ട്രഡീഷണൽ രീതിയിൽ പഠിപ്പിക്കണം. ആ രീതിയിൽ നമുക്ക് എന്താക്കാം സ്ക്രീൻ ടൈം കൂടുതൽ കുറച്ച് തരാം. അതേ ടൈമിൽ വീട്ടിൽ ഇപ്പം ചെയ്യുന്ന ഫോൺ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ബെറ്റർ ആണ്. പിന്നെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എന്തായാലും അറിയുന്നത് നിർബന്ധമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പല ഡാറ്റാസ് കൊടുത്തിട്ടാണ് നമ്മൾ AI ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും വേണ്ടാത്തൊരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാഡായ വഴിയിലൂടെ പോകില്ലേ? ശരിയാണ്. എനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു സ്പെസിഫിക് പരിപാടി ഒരു കാര്യം ചെയ്യണേ ട്രെയിൻ ചെയ്ത് വലിയ എമൗണ്ട് ഡാറ്റ തെറ്റിയാൽ എന്തായാലും തെറ്റും. ശരിയാണ്. അപ്പൊ അവിടെ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നല്ലൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിന് കൊണ്ടുവരാണ്. എനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ അത് ചെയ്താലാണ് നമുക്ക് നല്ലൊരു സേഫ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കും ഇത്ര ഡേഞ്ചറസ് ആണെങ്കിൽ എന്തിനാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്? അവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം ഇപ്പോൾ നമ്മളൊരു റെഗുലേഷൻ വെച്ചു, എന്റെ ഡെവലപ്മെന്റ് ഇനി വേണ്ടാനുള്ള റെഗുലേഷൻ വെച്ച് വിചാരിച്ചു. ഇപ്പം എന്തുണ്ടാവും, റൂൾസ് ഫോളോ ചെയ്യുന്നവർ എനെ ഡെവലപ്പ് ആക്കുക. റൂൾസ് ഫോളോ ചെയ്യാത്ത ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനും ക്രിമിനൽ ഓർഗനൈസേഷനും എന്തുണ്ടാക്കും, അവരെ എനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അടി എന്തുണ്ടാവും, നല്ല ആൾക്കാരെ കൈമുള്ള ഉണ്ടാവും, ചീത്ത ആൾക്കാരെ കൈമുള്ള കാരണം മോശമായിട്ടുള്ള ആയിട്ട് മാറും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റിക്ക് ഡേഞ്ചറായി വരാൻ പോകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മുടെ എന്ത് ചെയ്യണം, നല്ല എനെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോത്സാഹനം കൊടുക്കണം.